ഇർഫാൻ എന്ന പേര് അറിയുന്നതിന് മുൻപ് തന്നെ ആ നീല ഷർട്ടുകാരനെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലെ ചെറിയ വീഡിയോകളിൽ ഇർഫാനെ പലതവണ ആളുകൾ കണ്ടു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും ബഹളങ്ങൾക്കിടയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഉയർന്ന ഒരു ശബ്ദം ഇന്ന് ഇന്ത്യയൊട്ടാകെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. ദിവസേന 500 രൂപ മാത്രം വരുമാനമുള്ള ഐസ് കട്ടകളും മറ്റ് സാധനങ്ങളും തെരുവിൽ വിറ്റ് ജീവിക്കുന്ന ഒരു 35-കാരൻ. ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ലാത്ത, സ്വന്തം ഫോണിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പോലും അറിയാത്ത ഒരാൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാണാതെ പറയുന്നു. ജനാധിപത്യത്തെക്കുറിച്ചും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും ഒഴുക്കോടെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഉറുദു കവിതകൾ ചൊല്ലി ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. ഒരു സാധാരണ തെരുവ് കച്ചവടക്കാരനിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിഷേധ ശബ്ദമായി മാറിയ മുഹമ്മദ് ഇർഫാനെ കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്തിൽ. സ്വാഗതം. ഡൽഹിയിലെ സാവദ ജെ കോളനിയിൽ മേൽക്കൂര പോലുമില്ലാത്ത ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുന്ന സാധാരണ തൊഴിലാളിയാണ് മുഹമ്മദ് ഇർഫാൻ. കടുത്ത ദാരിദ്ര്യം കാരണം വിദ്യാലയങ്ങളുടെ പടി ചവിട്ടാൻ സാധിച്ചിരുന്നില്ല. എഴുതാനും വായിക്കാനും അറിയാത്ത, മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് രാജ്യത്തെ മുൻനിര മാധ്യമങ്ങളെയും ജനങ്ങളെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇത്രയും വ്യക്തതയോടെ സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇർഫാന് ലളിതമായ ഒരു ഉത്തരമുണ്ട്: ഗൂഗിൾ വോയിസ് സെർച്ച്. അക്ഷരങ്ങൾ അറിയില്ലെങ്കിലും അറിവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം ഇർഫാൻ തന്റെ സ്മാർട്ട് ഫോണിലെ വോയിസ് കമാൻഡ് സംവിധാനം ഉപയോഗിച്ച് യൂട്യൂബ് വഴിയും ചരിത്രം, രാഷ്ട്രീയം, സാഹിത്യം, സമകാലിക സംഭവങ്ങൾ എന്നിവ നിരന്തരമായി കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. കേൾക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വിവിധ സ്രോതസ്സുകളിലൂടെ വീണ്ടും സെർച്ച് ചെയ്ത വിവരങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയും ഇദ്ദേഹം ശീലമാക്കി. ഈ സ്വയം പഠനത്തിലൂടെയാണ് വിദ്യാലയങ്ങളിൽ പോയി വലിയ ബിരുദങ്ങൾ നേടിയ ആളുകളെപ്പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള അറിവും കണിശതയും ഇർഫാന് നേടിയെടുക്കാനായത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകാൻ ഇർഫാനും എത്തിയിരുന്നു. പക്ഷേ ഇത് ആദ്യമായിരുന്നില്ല. ഇതിനു മുൻപ് 2020 നടന്ന CAA, NRC വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും ഇർഫാൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ജൂലൈ 20 പാർലമെന്റ് മാർച്ചിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അടിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഇതൊന്നും തന്നെ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും ഇർഫാൻ പറയുന്നുണ്ട്. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടയിൽ പ്രമുഖ ഡിജിറ്റൽ മാധ്യമമായ ദ ലലൻ ടോപ്പ് റിപ്പോർട്ടർ രജത് പാണ്ഡെ ഇർഫാനുമായി നടത്തിയ ഒരു തത്സമയ അഭിമുഖമാണ് ഇർഫാനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത്. ക്യാമറയ്ക്ക് മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതിന്റെ പൂർണ്ണമായ ഗാംഭീര്യത്തോടെ ഇർഫാൻ ചൊല്ലിക്കേൾപ്പിച്ചു. ദിവസേന 500 രൂപ മാത്രം കൂലി ലഭിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ തൊഴിലാളികളുടെ ദുരിതങ്ങളെക്കുറിച്ച് ഇർഫാൻ സംസാരിച്ചു. കുറഞ്ഞ വേതനം, തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ, സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇർഫാൻ തന്റെ വാക്കുകളിലൂടെ അക്കമിട്ട് നിരത്തി. പ്രശസ്തരായ കവികളുടെ വരികൾ ഉദ്ധരിച്ചും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുറിച്ച് ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയും ഇർഫാൻ അമ്പരപ്പിക്കുകയായിരുന്നു. ഇർഫാൻ സദസ്സിനെ അഭിവാദ്യം ചെയ്യാനായി ഉപയോഗിച്ച ജയ് ശ്രീകൃഷ്ണ എന്ന ശൈലിയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ മതേതര നിലപാടുകൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ ക്ലിപ്പുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിമിഷങ്ങൾക്കകം ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ഇന്ത്യയിലെ വലിയൊരു വിഭാഗം സാധാരണക്കാരുടെ മനസ്സിലിരിപ്പാണ് ഇർഫാൻ ഭയമില്ലാതെ തുറന്നു പറഞ്ഞത്. ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം വിദ്യാഭ്യാസത്തിനും തൊഴിലിനും അന്തസ്സോടെയുള്ള ജീവിതത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന ഇർഫാന്റെ നിലപാട് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി. വൈറലായതിനു പിന്നാലെ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായ വാഗ്ദാനങ്ങൾ ഇർഫാനെ തേടിയെത്തിയെങ്കിലും അവയെല്ലാം അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് പണമല്ല, മറിച്ച് രാജ്യത്തെ സാധാരണക്കാരായ തൊഴിലാളികളുടെയും ചേരി നിവാസികളുടെയും ശബ്ദം ഭരണാധികാരികളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇർഫാന്റെ വൈറൽ വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നേരിട്ട് ഇർഫാന്റെ വസതി സന്ദർശിക്കുകയും അദ്ദേഹത്തോടും കുടുംബത്തോടും സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും താൻ കടുത്ത രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്ന വ്യക്തിയാണെന്ന് ഇർഫാൻ ആവർത്തിച്ചു. തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസ് ആയാലും BJP ആയാലും താൻ ചോദ്യം ചെയ്യുമെന്നും ഇർഫാൻ വ്യക്തമാക്കി. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിന് മുൻപ് തനിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനാണ് താല്പര്യമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മുഹമ്മദ് ഇർഫാന് വലിയ രീതിയിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട്.
ഇർഫാൻ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടകളുടെ ഭാഗമായാണ് സംസാരിക്കുന്നതെന്നും വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും വ്യക്തതയോടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ സാധിക്കില്ലെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്റെ തനതായ ശൈലിയിലുള്ള മറുപടികളിലൂടെയാണ് ഇർഫാൻ നേരിടുന്നത്. ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ പ്രവർത്തക മഹരംഗ് ബലൂജിനെ കുറിച്ചുള്ള തന്റെ പരാമർശത്തിന് മുൻപ് 3 മണിക്കൂറിലധികം താൻ ഗൂഗിളിൽ ഗവേഷണം നടത്തി വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്ന് ഇർഫാൻ വ്യക്തമാക്കിയത് ഇതിനൊരു ഉദാഹരണമാണ്. ഡൽഹിയിലെ ഒറ്റമുറി വീട്ടിലാണ് ഇർഫാൻ താമസിക്കുന്നത്. ഒരു കട്ടിൽ മാത്രമാണ് അവിടെയുള്ളത്. മാതാവും സഹോദരിയും മറ്റൊരിടത്താണ് താമസം. ഷഹീൻബാഗ് സമരം, കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ വിവിധ ജനകീയ പ്രക്ഷോഭങ്ങളിലും അദ്ദേഹം മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുമ്പോഴും രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും കൃത്യവും വ്യക്തവുമായ അഭിപ്രായം പറയുന്ന ഇർഫാൻ CJP സമരത്തിലൂടെ രാജ്യത്തെ യുവത്വത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ്. അഭിമുഖം വൈറലായതിനു പിന്നാലെ ലലൻ ടോപ്പിനോട് സംസാരിക്കവേ ഇർഫാൻ എന്ന് വിളിച്ച റിപ്പോർട്ടറെ അദ്ദേഹം തിരുത്തുന്നുണ്ട്. എന്റെ പേര് മുഹമ്മദ് ഇർഫാൻ എന്നാണ്. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ ഈ പേരുമായി ജീവിക്കണം. ഈ പേരും വെച്ചുകൊണ്ട് സത്യം വിളിച്ചു പറയുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ആ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും എനിക്ക് യാതൊരു നിരാശയുമില്ല.